ദേ ഈ കാണുന്നതാണ് ആൽഗെ വാട്ടർ ടാങ്കുകളിൽ കാണുന്ന ഓക്സിജൻ സൂപ്പർ സാച്ചുറേഷൻ എന്ന് പറയുന്ന പ്രതിഭാസം. ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ക്ലോസപ്പ് ആയിട്ടുള്ളൊരു വീഡിയോ കാണിക്കുന്നത്. ഇത് നമ്മൾ ടെറസിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ചെറിയൊരു ടബ്ബാണ്. ഇതിനകത്ത് രണ്ട് ചെറിയ 1 ഇഞ്ച് സൈസ് വരുന്ന ടൈഗർ ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അവർ അടിപൊളിയായിട്ട് ഇതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ നിങ്ങൾക്ക് നിറച്ച് ബബിൾസ് കാണാനായിട്ട് സാധിക്കും. ഇത് ഓക്സിജൻ ബബിൾസ് ആണ്. ഈ ഡേ ടൈമിൽ ലൈറ്റും ഹീറ്റൊക്കെ ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൽഗെ നല്ല രീതിയിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും ഈ ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത്. ആ ഓക്സിജൻ ബബിൾസ് ആണ് ഇതുപോലെ ഈ ആൽഗെ വാട്ടറിൻ്റെ മുകൾ ഭാഗത്ത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. ഇങ്ങനെ ആൽഗെ റിലീസ് ചെയ്യുന്ന ഓക്സിജൻ കുറേയൊക്കെ വെള്ളത്തിലേക്ക് ഡയറക്റ്റ് ഡിസോൾവ് ആവുന്നുണ്ട്. കുറേയൊക്കെ ഇതുപോലെ ബബിൾസ് ആയിട്ട് മുകളിൽ വന്ന് പൊട്ടി അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് ഓക്സിജൻ സൂപ്പർ സാച്ചുറേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സൂപ്പർ സാച്ചുറേഷൻ എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഈ ആൽഗെ റിലീസ് ചെയ്യുന്ന ഓക്സിജൻ്റെ അളവ് എന്ന് പറയുന്നത് പരിധിയിൽ കൂടുതലാണ്. ഇങ്ങനെ എക്സസീവ് ആയിട്ടുള്ള ഓക്സിജൻ പ്രൊഡക്ഷൻ വരുമ്പോഴാണ് പരിധി കൂടുതൽ ബബിൾസ് വെള്ളത്തിൻ്റെ മുകളിൽ ഇതുപോലെ നമുക്ക് ഫ്ലോട്ട് ചെയ്ത് കാണാനായിട്ട് പറ്റുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് എയർ പമ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എയർ പമ്പിൽ നിന്ന് വരുന്ന ബബിൾസിനകത്തുള്ള ഓക്സിജൻ വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ എയർ പമ്പിൽ നിന്ന് വരുന്ന ബബിൾസിനകത്തുള്ള എയർ ആണ്, അതിനകത്ത് 21% ഓക്സിജൻ ആണുള്ളത്. അതേസമയം ഇവിടെ ആൽഗെ റിലീസ് ചെയ്യുന്ന ബബിൾസ് എന്ന് പറയുന്നത് അത് ഫുള്ള് ഓക്സിജൻ ആണ്. അതായത് 100% ഓക്സിജൻ ബബിൾസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ എത്രത്തോളം ഓക്സിജൻ ഈ ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് ആൽഗെ ഡേ ടൈമിൽ വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പ്രസീവ് ആയിട്ടൊരു കാര്യമാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ വെള്ളത്തിലേക്ക് എയറേഷൻ കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം നല്ല രീതിയിൽ കണ്ടീഷനായിട്ട് കിടക്കും. ഈ ഒരു ടബിൽ നമ്മൾ എയറേഷനും ഫിൽട്രേഷനും ഒന്നും ചെയ്യുന്നില്ല. ആഴ്ചയിൽ ഒരു 25% വെള്ളം മാറ്റി കൊടുക്കുകയാണ് മാത്രം ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ അടിഭാഗം ക്ലീൻ ചെയ്യാറുണ്ട്. എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അടിഭാഗം ക്ലീൻ ചെയ്ത് കൊടുക്കും. എന്നിട്ട് 25% വെള്ളം മാറ്റി കൊടുക്കും. ഇതിൽ കിടക്കുന്ന രണ്ട് ചെറിയ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമ്മൾ ടെമ്പററി ആയിട്ട് ഇട്ടിട്ടുള്ളതാണ്, ടൈഗർ ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളെ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വേറൊരു ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അവർക്ക് നമ്മൾ തീറ്റയായിട്ട് ഇട്ട് കൊടുത്ത കുറച്ച് മൈക്രോ പെല്ലറ്റ്സ് ആണ് ആ സൈഡിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. ആൽഗെ വാട്ടർ ടാങ്കുകളിൽ പറയുന്ന ഒരു നെഗറ്റീവ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിൽ വെള്ളത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയും എന്നുള്ളതാണ്. അത് സംഭവം കറക്റ്റ് തന്നെയാണ്. ആൽഗെ വാട്ടർ ടാങ്കുകളിൽ നൈറ്റ് ടൈമിൽ ഓക്സിജൻ്റെ ഷോർട്ടേജ് വരാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഗെ 24 മണിക്കൂറും ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഡേ ടൈമിൽ അവർ ഫോട്ടോസിന്തസിസ് വഴി വെള്ളത്തിലേക്ക് ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട് എങ്കിലും നൈറ്റ് ടൈമിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല, കാരണം ലൈറ്റ് ഇല്ല. അപ്പോൾ രാത്രി സമയങ്ങളിൽ ആൽഗെ വെള്ളത്തിലേക്ക് ഓക്സിജൻ റിലീസ് ചെയ്യുന്നില്ല, പക്ഷേ അവർ ശ്വസിക്കുന്നുണ്ട്. അതേസമയം മീനുകളും ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഈ ഒരു ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൽ ഓക്സിജൻ്റെ ഷോർട്ടേജ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആൽഗെ വാട്ടർ ടാങ്കുകളിൽ എപ്പോഴും മീനുകളുടെ എണ്ണം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ രാത്രി സമയങ്ങളിൽ എയറേഷൻ കൊടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതുപോലുള്ള ആൽഗെ വാട്ടർ ടാങ്കുകളിൽ മീനുകളുടെ എണ്ണം കുറവാണ് എന്നുണ്ടെങ്കിൽ നൈറ്റ് ടൈമിൽ എയറേഷൻ കൊടുത്തില്ലെങ്കിലും വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി മീനുകളെ വളർത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്. ഡേ ടൈമിൽ ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് ഈ ആൽഗെ വളരെ എക്സസീവ് ആയിട്ടുള്ള അളവിൽ വെള്ളത്തിലേക്ക് ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഓക്സിജൻ തന്നെ മതി നൈറ്റ് ടൈമിലും കവർ ചെയ്യാനായിട്ട്. പക്ഷേ മീനുകളുടെ എണ്ണം കുറവായിരിക്കണമെന്ന് മാത്രം ടാങ്കിനകത്ത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ടൈമിൽ എയറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. എയറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും വളരെ നല്ലത് തന്നെയാണ്. അതായത് വെള്ളം നല്ല രീതിയിൽ കണ്ടീഷനായിട്ട് കിടക്കാനൊക്കെ എയറേഷൻ എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ആൽഗെ വാട്ടർ ടാങ്കിലാണെങ്കിലും ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുണ്ട് എയറേഷൻ കൊടുക്കാനായിട്ട്. അതായത് ഈ ആൽഗെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഓക്സിജനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ മീനുകളെ വളർത്തേണ്ട ആവശ്യമില്ല. വെള്ളത്തിലേക്ക് എയറേഷൻ കൊടുക്കാനായിട്ട് പലതരത്തിലുള്ള സംവിധാനങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സംവിധാനം യൂസ് ചെയ്ത് നമ്മൾ വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ ഓക്സിജൻ കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നിനും സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ മീനുകൾക്കും വരില്ല, ആൽഗയ്ക്കും വരില്ല, ഇതിനകത്തുള്ള മൈക്രോ ഓർഗാനിസംസിനും അങ്ങനെ ഒരു സ്ട്രെസ് ഇഷ്യൂ വരില്ല. നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഈ ആൽഗെ ഓക്സിജൻ മാത്രമല്ല വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യുന്നത്, ഇത് വെള്ളം നാച്ചുറലായിട്ട് ഫിൽറ്ററും ചെയ്യുന്നുണ്ട്. അതായത് മീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് അതിനകത്തുള്ള അമോണിയ നൈട്രൈറ്റ് ആയിട്ട് കൺവേർട്ട് ആകുന്നുണ്ട്. ആ നൈട്രൈറ്റ് ഫോം പിന്നെ നൈട്രേറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട്. ആ നൈട്രേറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഈ ആൽഗെ വളമായിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വെള്ളത്തിൽ ഫോം ചെയ്യുന്ന നൈട്രേറ്റിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കുറയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഫോം ചെയ്യുന്ന നൈട്രേറ്റ്സ് ക്ലിയർ വാട്ടർ ടാങ്കുകളിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഫിൽട്രേഷൻ സെറ്റ് ചെയ്യണം. പിന്നെ ഇതുപോലെ വെള്ളത്തിൻ്റെ മുകളിൽ ബബിൾസ് വരാനായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞ് മീനുകൾ വന്ന് ബബിൾസ് ഇട്ട് പോകുന്ന സമയത്താണ്, ശ്വസിക്കുന്ന സമയത്താണ്. അത് റാൻഡമായിട്ട് അവിടെ ഇവിടേക്ക് ആയിരിക്കും കുറച്ച് ബബിൾസ് ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ബബിൾസ് കവർ ചെയ്ത് വരില്ല. പിന്നെ ചില സാഹചര്യങ്ങളിൽ വാട്ടർ ക്വാളിറ്റി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ വന്നാലും ഇതുപോലെ പതഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതായത് ടാങ്കിൻ്റെ അടിഭാഗത്ത് അടിഞ്ഞുകൂടുന്ന വേസ്റ്റിൽ നിന്ന് ഉണ്ടാകുന്ന ഗ്യാസുകൾ ഇതുപോലെ ബബിൾസ് ആയിട്ട് മുകളിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. വെള്ളത്തിൻ്റെ ക്വാളിറ്റി തീരെ മോശം അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളത്. അല്ലാത്ത സാഹചര്യങ്ങളിൽ ഇതുപോലെ നിറച്ച് ബബിൾസ് ഫ്ലോട്ട് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓക്സിജൻ ബബിൾസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.